ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പല ടൈപ്പിലുള്ള രസം ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള തക്കാളി ചേർത്തിട്ടുള്ള ഒരു രസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ രസം തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ രസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. രസം ഉണ്ടാക്കുന്ന നേരം നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുക, അതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. 5-6 പീസ് ചെറിയ ഉള്ളി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം പീസ് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ അളവ് ഒരുപാടങ്ങ് കുറഞ്ഞു കൊണ്ട് കേട്ടോ. രസം എന്ന് പറയുമ്പോൾ അല്പം സ്പൈസി ആണല്ലോ, അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിന്നോട്ടെ. ഇനി എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രസത്തിലേക്കുള്ള പുളിക്കായിട്ട് എടുത്തിട്ടുള്ളത് പിഴുപുളിയാണ്. ഇത്രയും പിഴുപുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുതിർന്ന് കിട്ടണമല്ലോ, അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അവിടെ ഇരുന്ന് നന്നായിട്ട് കുതിരട്ടെ. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങൾ ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് പച്ചമുളക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. ചെറിയ ഉള്ളി, വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാടങ്ങ് പേസ്റ്റായിട്ട് അരഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ചതച്ചെടുത്ത പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഒരു ബൗളിലോട്ടങ്ങ് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിതെല്ലാം കൂടി ഈ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ തക്കാളി കൂടി ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ തക്കാളിയും നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ രസത്തിലേക്കുള്ള തക്കാളി അരച്ചതും പുളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രസം അങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഒരു പാത്രം വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇനി എണ്ണയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്നങ്ങ് മൂത്ത് കിട്ടിക്കോളും. അതേപോലെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസും ഉണ്ട്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. ക്രിസ്പിയായി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ല മൂത്ത ഒരു മണം കൂടി വരുന്നുണ്ട്. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കൂടി നല്ല ഒരു മണം വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് മതിയായിരിക്കും. ഇതാണ് ആ ഒരു പരുവം. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. നമ്മുടെ രസത്തിനൊരു ചെറിയ തിക്നെസ്, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതുകൂടി ചേർക്കാം. ജീരകപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ രസത്തിന് നല്ലൊരു വാസന കിട്ടിക്കോളും. ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികം ആകണ്ട കേട്ടോ, കയ്പുണ്ടാകാൻ രസത്തിന്. ഇനി എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ മസാലയുടെയൊക്കെ ആ പച്ച മണമൊന്ന് മാറി തുടങ്ങുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഈ പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇപ്പോൾ മസാലയൊക്കെ മൂത്തൊരു മണം വരുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് ഇട്ടിട്ടുണ്ട്. ഇത് മതിയാകും, ഇത്ര മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ച തക്കാളിയാണ്. ആ തക്കാളിയുടെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാല മൂത്തതിന് ശേഷം മാത്രം തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യമേ ഒഴിച്ചാൽ ആ മസാല മൂത്ത് കിട്ടത്തില്ല. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളിയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിച്ച് പോകാണ്ട് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനതിൽ കുരുവൊക്കെ മാറ്റിയിട്ട് അരിച്ചെടുത്താണ്. അപ്പോൾ പുളിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേ നമ്മുടെ തക്കാളി പേസ്റ്റും പുളിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ കറിക്കൊരു പച്ച ചുവ ഉണ്ടാവും. ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ലൂസായിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം തിക്കാണ്, നമ്മൾ തക്കാളിയൊക്കെ അരച്ച് ചേർത്തുകൊണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്തോളൂ കേട്ടോ, ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കുകയാണ്. രസം തിളച്ച് വരുമ്പോഴേക്കപ്പോൾ മല്ലിയിലയുടെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. രസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ മല്ലിയിലയുടെയൊക്കെ നല്ല ഒരു മണം തന്നെ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഒരുപാട് നേരമൊന്നും തിളപ്പിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങി ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിപ്പോൾ ഇതേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് വേണ്ട കടുക് കൂടി താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ രസത്തിന്. ഇനി 2-3 വറ്റൽമുളക് കൂടി നമുക്ക് ഒടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് താളിച്ചതും ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ രസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. രസം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. രസത്തിൻ്റെ ചൂട് പോകും മുന്നേയായിട്ട് തന്നെ ഞാൻ കുറച്ചുകൂടി മല്ലിയില ഒന്ന് വിതറി കൊടുക്കാമെന്ന് ഓർത്തു. ഇവിടെ എല്ലാവർക്കും മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഞാൻ ഇടാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ മല്ലിയിലയുടെയും മുളകിൻ്റെ ഒന്നും ചെറിയ ചെറിയ പീസസ് കിടപ്പുണ്ടല്ലോ, അതൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അരിച്ചെടുത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇത് അരിച്ചെടുക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ തന്നെ കുടിക്കാനാണ് ഇഷ്ടം രസം. അതുകൊണ്ട് അരിച്ചെടുക്കാണ്ട് ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്